എൻ്റെ വീട് ഒരു ചെറിയ വീടായിരുന്നു. ഏതാണ്ട് 500-550 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള വീടായിരുന്നു ആദ്യം. പിന്നീട് അതൊരു 2005 കൂടി ഒരു ചെറിയൊരു റിനോവേഷൻ ചെയ്തു. മുന്നിലോട്ട് ഒരു റൂമും ഒരു പോർച്ചും ഒരു സിറ്റ് ഔട്ടുമായിട്ട് മുന്നിലോട്ട് വാർത്തെടുത്ത് ഒരു ചെറിയ റിനോവേഷൻ നടത്തി. അതിനുശേഷം 2017 വീട് കുറച്ചും കൂടി റിനോവേറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത്. ഏതാണ്ട് 2017 ഏപ്രിൽ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ജയേട്ടൻ്റെ റെഫറൻസ് കിട്ടി. അങ്ങനെ ജയേട്ടൻ്റെ റെഫറൻസ് കിട്ടിയപ്പോൾ ജയേട്ടനോട് ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ട് തന്നെ സംസാരിച്ചു, പ്രിലിമിനറി ടോക്ക് നടത്തി. പിന്നെ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. ഏതാണ്ട് ജൂൺ മാസത്തിൽ ഞാനിവിടെ വരികയും അദ്ദേഹത്തോട് ഇവിടെ വന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എക്സിസ്റ്റിംഗ് വീടിൻ്റെ ഫോട്ടോസ് ഒന്ന് അയക്കൂ, കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു. അത് കണ്ട ശേഷം ഉടൻ തന്നെ പുള്ളി ഇവിടെ വന്ന് കണ്ട് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി മനസ്സിലാക്കി ഇത് കുറച്ച് നന്നായ രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് പുള്ളി മനസ്സിലാക്കി. പുള്ളി ഇവിടെ ഇരുന്ന് തന്നെ ഒരു ഇനീഷ്യൽ ഡ്രോയിങ് വരച്ചു. നല്ലൊരു ഡ്രോയിങ് ആയിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തോട് രണ്ടാമത്തെ ഒരു മീറ്റിങ്ങിന് വന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കാണാം എന്ന് പറയുകയും അവിടെ വച്ച് കൂടുതൽ ഡിസ്കഷൻ നടക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് ഡിസ്കഷൻ നന്നായി നടന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് വെങ്ങലത്തുള്ളതും കോഴിക്കോട്ടുള്ളതുമായ ഓഫീസുകൾ കണ്ടു. അവിടെ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകളുടെ ഡീറ്റെയിൽസുകൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാൻ പറ്റി. അതിനുശേഷം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തു, കുറച്ച് കൊളോണിയൽ സ്റ്റൈലിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. പിന്നീട് അതിനായി എൻ്റെ ശ്രദ്ധ ഞാൻ ഒരു ജൂൺ ജൂലൈ ഒരു 1.5 മാസം കൊണ്ട് തന്നെ വയനാട്ടിൽ തന്നെ ഒരു ഗൗഡർമാരുടെ ഒരു തറവാട് കാണുകയും അത് 1,25,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു. ഞാനത് അതിൻ്റെ പൊളിച്ച് അതിൻ്റെ ഓട്, മരം, എല്ലാ സാധനങ്ങളും, ഈവൻ തറയോട് എല്ലാം പൊളിച്ച് എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിക്കാൻ ഏകദേശം 1,65,000 രൂപയോളമായി. എന്നാലും നല്ല വളരെയധികം പഴക്കമുള്ള 100-125 വർഷത്തോളം പഴക്കമുള്ള മര ഉരുപ്പിടികളും നല്ല ഓടുകളും എല്ലാം കിട്ടി നമുക്ക്. അപ്പോൾ അത് ഒരു നല്ലൊരു അസറ്റായിരുന്നു. അങ്ങനെ അടുത്ത വിസിറ്റിന് ജയേട്ടനെ വിളിച്ചിട്ട് മെറ്റീരിയൽസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പൊളിക്കുക എന്ന ഘട്ടത്തിലെത്തി. അങ്ങനെ 2-3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഈ എക്സിസ്റ്റിംഗ് വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ നമ്മുടെ ഓടിട്ടവും മച്ചും ഉള്ള ഭാഗത്തെ കുറച്ച് പഴകിയ ദ്രവിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കളഞ്ഞു. നമ്മൾ പോർച്ചും സിറ്റ് ഔട്ടും ഒക്കെ നമ്മൾ ഉള്ളിൽ നമ്മുടെ ലിവിങ് റൂം, ഡൈനിങ് ഹാളിൻ്റെ ഭാഗമാക്കാം എന്ന രീതിയിൽ പുതിയ പ്ലാനിൽ കാര്യങ്ങൾ നീക്കി. അഡീഷണൽ ആയിട്ട് നമ്മൾ എടുത്തത് ഒരു വരാന്തയുടെ നമ്മുടെ തറയും, പുറകോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോളിന് കുറച്ച് ഒരു 1 മീറ്ററോളം പുറകോട്ട് വീതി കൂട്ടുകയും ഏതാണ്ട് ഒരു 6 അടി വീതിയിൽ 5 അടി വീതിയിൽ നമ്മളൊരു ഒരു നടുമുറ്റത്തിൻ്റെ ഒരു ഡെമോ സെറ്റ് ചെയ്തു. അത് ശരിക്കും നടുക്കല്ല, ഒരു വീടിൻ്റെ കോർണറിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ സംഭവിച്ചു. അത്രയാണ് നമ്മൾ അഡീഷണലായിട്ട് തറയായിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം എക്സിസ്റ്റിംഗ് വീടിൻ്റെ സാധനങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ വീടിൻ്റെ സാധനങ്ങളും ഞാനിങ്ങനെ ഈ ഗൗഡർമാരുടെ തറവാട് വാങ്ങിച്ച മെറ്റീരിയൽസും ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കി, ഈ മരങ്ങളും ഈ ഓടും ഒക്കെ കൂട്ടിയിണക്കിയാണ് ഞങ്ങൾ ഈ വീട് പണിതിരിക്കുന്നത്. അപ്പം എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചെയ്യാൻ കഴിവുള്ള പണിക്കാരെ ഇവിടെ നിന്ന് തന്നെ കിട്ടിയത് ഭാഗ്യം കാണുന്നു. പിന്നെ ജയേട്ടൻ കൃത്യമായിട്ട് അവിടുന്ന് ഇൻഫർമേഷൻസും അഡ്വൈസസും തന്നുകൊണ്ടിരുന്നു. ഫോണിൽ കൂടി പണിക്കാർക്ക് കൊടുത്തു, എനിക്ക് തന്നു. അപ്പം ഞാനത് കൂടുതൽ ഡീറ്റെയിൽ പഠിച്ചിട്ട് ഞാനത് പണിക്കാർക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത് 4 ബെഡ്റൂം, ഹോള്, ഒരു ലിവിങ് ഏരിയ, ഫോയർ, കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, പിന്നെ ഒരു ചെറിയ ഒരു നടുമുറ്റത്തിൻ്റെ കോൺസെപ്റ്റ് ഉള്ളത്. ഇത്രയാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. വരാന്തയുണ്ട്. അത് കഴിഞ്ഞാൽ മുകളിൽ വളരെ സിമ്പിളായിട്ട് 2 ബെഡ്റൂം, ഒരു ചെറിയ ഹാൾ,
ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. അതിന് പുറകിലായിട്ട് നമുക്ക് ഏതാണ്ട് 600 സ്ക്വയർ ഫീറ്റോളം ഓപ്പൺ സ്പേസ്, ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. അത് നമ്മൾ ഷീറ്റ് ഇട്ട് മറച്ച്, അത് മാത്രമല്ല നമ്മൾക്ക് വേസ്റ്റ് വന്ന ടൈലുകളെല്ലാം ഫ്ലോറിൽ പതിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാർട്ടി ഏരിയ ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഔട്ട് ഡൈനിങ് ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്ന ഒരു ഭാഗമാക്കി മാറ്റി. അവിടെ തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം തുണി ഉണക്കാനോ തുണി അലക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അതിനൊക്കെ പുറമേയിട്ട് നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് വെച്ചാൽ ഈ ട്രസ് ചെയ്തുകൊണ്ട് ഡ്രസ്സിന് കുറേ നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരിക്കലും ചോരില്ല, ലീക്ക് വരില്ല, പായൽ വരത്തില്ല, ചൂടില്ല. അപ്പം അതൊരു വലിയ കാര്യം, ചൂടില്ല. പിന്നെ ഈ ഡ്രസ്സ് ഏതാണ്ട് 13 അടി ഹൈറ്റിലാണ് ഡ്രസ്സ്. അപ്പം അതിനുള്ളിൽ നമുക്ക് ഊഹിക്കാം എത്രമാത്രം ഹൈറ്റിൽ റൂഫുണ്ട്, അപ്പോൾ എത്രമാത്രം യൂട്ടിലിറ്റി സ്പേസ് അതിനുള്ളിൽ കിട്ടും എന്നുള്ളത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മൾ വാട്ടർ ടാങ്ക് ഒരു സ്റ്റാൻഡേർഡ് ആക്കി വാട്ടർ ടാങ്ക് അവിടെ ഫിക്സ് ചെയ്തു. ആ വാട്ടർ ടാങ്ക് വെയിൽ കൊള്ളില്ല, മഴ കൊള്ളില്ല, നശിക്കില്ല. അപ്പം ചുമ്മാ പുറമേ നിൽക്കുന്ന ഒരു വാട്ടർ ടാങ്ക് ഒരു 15 വർഷം നിൽക്കുമെങ്കിൽ ഇത് 35 വർഷം നിൽക്കുമായിരിക്കും. കാരണം വെയിലോ മഴയോ ഒന്നും അടിക്കുന്നില്ല. അതിനുള്ളിൽ തന്നെ ഒരുപാട് സ്പേസുകളുമുണ്ട്. നമുക്ക് വേണമെങ്കിൽ കൃഷിയോഗ്യമായിട്ട് നമുക്ക് കാപ്പി പരിപ്പ് ഉണക്കുകയോ മുളക് ഉണക്കാനിടുകയോ എന്ത് വേണമെങ്കിലും അതിന് പോലെ ചെയ്യാം. അപ്പോൾ അതിലേക്കുള്ള നമ്മളൊരു കോണി വരെ, ഒരു മരത്തിൻ്റെ കോണി, ഞാൻ ഈ പറഞ്ഞ വാങ്ങിച്ച വീടിൻ്റെ ഒരു കോണിയുണ്ട്, മച്ചിലേക്കുള്ള കോണി, അത് അതേപടി അഴിച്ച് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. അപ്പം എനിക്ക് ഈ ഓപ്പൺ ഡ്രസ്സിൽ നിന്ന് ഈ ഡ്രസ്സിൻ്റെ ഭാഗമുള്ള ആ ഫ്ലോറിലേക്ക് കയറാനുള്ള സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റി, വേറെ ചിലവുകളൊന്നും ഇല്ലാണ്ട്. ഞാൻ ഈ വീട് പണിത് തുടങ്ങിയ മുതൽ ആൾക്കാർക്ക് വളരെയധികം കൗതുകമായിരുന്നു. എൻ്റെ അയൽവാസികൾക്കായാലും നാട്ടുകാർക്കായാലും വളരെയധികം കൗതുകമായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടാത്ത രീതിയിലായിരുന്നു ഇതിൻ്റെ ഓരോ കൺസ്ട്രക്ഷനും. ഈവൻ നമ്മുടെ പണിക്കാർക്ക് പോലും, ഈവൻ മേസ്തിരിക്ക് കോൺട്രാക്ട് എടുത്ത ആൾക്ക് പോലും ഞാൻ പറയുന്നത് സ്റ്റെപ്പായിട്ട്, അല്ലെങ്കിൽ ജയേട്ടൻ പറയുന്ന സ്റ്റെപ്പായിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അവർക്കും ഒരു ഐഡിയ കിട്ടിയിരുന്നില്ല എങ്ങനെയാണിത് ഫിനിഷിങ് ഈ വരച്ച ലെവലിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ആദ്യത്തെ നില വാർത്തു, രണ്ടാമത്തെ നില വാർത്തു, രണ്ടും ഫ്ലാറ്റായിട്ട് വാർത്തു. അതിന് മുകളിൽ ട്രസ് വർക്ക് ചെയ്തപ്പോൾ അവിടെയായിരുന്നു ഏറ്റവും വലിയ തമാശ. ട്രസ് വർക്ക് കണ്ടിട്ട് എല്ലാ ആളുകളും കളിയാക്കുകയായിരുന്നു. കാരണം ഇതിന് സ്ലോപ്പ് കൂടുതലായതുകൊണ്ട് എല്ലാവരും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആശാരിമാരായിക്കോട്ടെ, കോൺട്രാക്ടർമാരായിക്കോട്ടെ, ഇവരൊക്കെ ഇത് വഴി പോകുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ അവർ പറയുമായിരുന്നു, ഇതെങ്ങനെ സാധിക്കും, ഇത് എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്, ഓട് നിൽക്കത്തില്ലല്ലോ, അടിയിൽ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുട പിടിച്ച് നടക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരുപാട് കമൻസ് കേൾക്കേണ്ടി വന്നിരുന്നു. അപ്പം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ കമൻസ് പലരും പറഞ്ഞു തന്നെ ഞാൻ പിന്നീട് അറിയുന്നത്. കുത്തം മീനാറാണ് പണിത് വെച്ചിരിക്കുന്നത്, സർക്കസ് കൂടാരാണ് പണിത് വെച്ചിരിക്കുന്നത്, പല ടോക്കും ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നു. നമ്മൾ തികച്ചും 95% മരങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പഴയ മരങ്ങളാണ്. ഞാൻ ഏകദേശം ഒരു 30,000 രൂപയുടെ അടുപ്പിച്ച് മാത്രമേ പുതിയ മരങ്ങൾ വാങ്ങിക്കേണ്ടി വന്നുള്ളൂ. നല്ല തേക്ക്, ചുവന്നാഗിൽ, ആഞ്ഞിലി തുടങ്ങിയ മരങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം. ഈവൻ വരാന്തേൻ്റെ ഭാഗങ്ങളായിക്കോട്ടെ, കഴുക്കോലുകൾ, ഉത്തരം, പല പഴയ ജനാല കതക ഉരുപ്പടികൾ നമ്മളത് ഇവിടെ നടുമുറ്റത്തിൻ്റെ ഭാഗത്ത് വെച്ചത്. ഇതൊക്കെ തേക്കിൻ്റെയൊക്കെ ആയിരുന്നു. നല്ല 100-150 വർഷം പഴക്കമുള്ള മരം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. അപ്പം അതിന് പഴയ മരത്തിൽ പണിയാൻ പൊതുവേ ബുദ്ധിമുട്ടാണ്. കല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ട് ആശാരിമാർക്ക് വളരെയധികം ഡിമാൻഡാണ്. ആശാരിമാർ പണിയാറില്ല. അങ്ങനെ അത് പറയും, ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് നമുക്ക് പുതിയ മരം എടുക്കണം നല്ലതെന്നുള്ള ഒരുപാട് അഡ്വൈസ് വരും. പക്ഷേ ഇതൊക്കെ ഞാനത് മുൻകൂട്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ജയേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇതൊക്കെ സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ 2 ആശാരിമാരെ വെച്ചു. ആദ്യത്തെ ആശാരിമാരെ വെച്ച് പണ്ടത് കുറച്ചെത്തിയപ്പോൾ എനിക്ക് തീരെ ഞാൻ പറയുന്നതോട് യോജിച്ച് പോകാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടും ഞാനവിടെ നോക്കി പുതിയ നല്ലൊരു ആശാരി കിട്ടി. എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ കഴിയുള്ള ഒരു ആശാരിയായിരുന്നു. അപ്പം അതിന് സഹായത്തോടെ ഞാൻ മുന്നോട്ട് പോയി. പഴയ ഉരുപ്പടികൾ കൊണ്ട് ജനാലുകളുണ്ടാക്കി, വാതിലുകളുണ്ടാക്കി, കഴുക്കോലുകൾ പണിയിച്ചു, ഇതൊക്കെ ചെയ്തു. ഏതാണ്ട് 5,000-5,500 ഓർഡറുകളോളം വേണ്ടി വന്നു.
അതിൽ ഏതാണ്ട് 4,500 ഓടിൻ്റെ മുകളിൽ 4,500 ഓടിൻ്റെ മുകളിൽ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ സ്വാതന്ത്ര്യത്തിന് മുന്നുള്ള ഉണ്ടാക്കിയ ഓടുകൾ പോലും ആ കൂട്ടത്തിലുണ്ട്. അപ്പം അത്രയും പഴകിയ ഓടുകളായിരുന്നു. അപ്പം ഈ ഓടുകൾ ഇവിടെ മേയുമ്പോൾ നമുക്ക് ആൾക്കാരിൽ നിന്ന് ഒരുപാട് കമൻസ് വന്നു. നിങ്ങൾ ഇത്ര റിസ്ക് എടുക്കരുത്, ഇത്ര കാശ് മുടക്കി ചെയ്യുമ്പോൾ ആ ഓട് തലയിൽ വീണ പ്രശ്നമാണ്, അത് ഊർന്നിറങ്ങും, മേയാൻ ആൾക്കാരെ കിട്ടാനില്ല, മേയാൻ കോൺഫിഡൻ്റ് ഉള്ള ആൾക്കാരെ കിട്ടാനില്ല. അപ്പോൾ എനിക്കും ടെൻഷനായി, മേയാൻ ആളെ കിട്ടാത്തപ്പം ഇതിങ്ങനെ പ്രോപ്പറായിട്ട് നിൽക്കില്ലെന്ന് ഈ ഫീൽഡ് പരിചയമുള്ളത് പറഞ്ഞപ്പം എനിക്കും ടെൻഷനായി. പക്ഷേങ്കിൽ ദൈവം കൊണ്ട് ഒരാൾ വരികയും കുറച്ച് പ്രായമുള്ള ആളാണ് അദ്ദേഹം, റിസ്ക് ആണ് എന്നാലും നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്ത് പുള്ളിയാണ് വീട് മേഞ്ഞത്. ആ സമയത്തും പുള്ളി ഇടയ്ക്ക് വെച്ച് പറയുമായിരുന്നു, നമുക്കിത് മാറ്റി ചൈനീസ് ഓട് പതിച്ച സ്ക്രൂ ചെയ്താൽ മതി, ഇത് റിസ്ക് ആണ് എന്നുള്ള കാര്യത്തിൽ പിന്നെയും പുള്ളി ഓർമ്മിപ്പിച്ചെങ്കിലും ഞാൻ പറഞ്ഞു വേണ്ട, അത് ആവശ്യമില്ല, എനിക്ക് ഇത് തന്നെ മതി, ഈ ഓടുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യണം, പഴയ ഓടുകൾ വെച്ചിട്ട്. കാരണം ചൈനീസ് ഓടുകളുടെ ഡിഫക്റ്റും കാര്യങ്ങളും തന്നെ നമുക്ക് പലർക്കും അറിയിക്കും, ഇല്ലെങ്കിൽ അറിയാത്തവർക്ക് ജയേട്ടൻ്റെ പല വീഡിയോകളിലൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ഈ വീട് അത്ര വലിയ വലിപ്പമുള്ള വീടൊന്നുമല്ല, പക്ഷേങ്കിൽ പുറമേ നിന്ന് നോക്കുമ്പം നല്ല വലിപ്പമുള്ള വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ സ്ട്രക്ചർ, എലിവേഷൻ ഒക്കെ കാരണം അങ്ങനെ ഫീൽ ചെയ്യും. ഈവൻ നമുക്ക് കുറച്ച് നമ്മൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കൺസെപ്റ്റാണ്. നമ്മൾ ആവശ്യത്തിലുള്ള വായു, വെളിച്ചം, നമ്മുടെ ഓപ്പൺ കൺസെപ്റ്റ്. നമുക്ക് മറകളില്ല. ലിവിങ് ഏരിയ എന്ന് നമ്മൾ ഹാളിലേക്ക് ഒരു Z മോഡലാണ് ലിവിങ് ഏരിയ, ഫോയർ, പിന്നെ തിരിഞ്ഞ് നേരെ ഇതാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ രണ്ട് വലിയ ജനലുകളും ഒരു ഗ്ലാസ് ഡോറും കൊടുത്തിട്ട് നമ്മുടെ നടുമുറ്റത്തിൻ്റെ കോൺസെപ്റ്റ്. ഈ ഹാളിൽ നിന്നാണ് കിച്ചണിലേക്ക് പോകുന്നത് ഡോറ്, 2 ബെഡ്റൂമുകളിലേക്കുള്ള ഡോറും. പിന്നെ ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വരാന്ത തന്നെയാണ്. എത്ര പേർക്ക് വന്നാൽ എനിക്ക് ഇരിക്കാം, ഓപ്പണായിട്ട് കിടക്കുകയാണ്, ഓപ്പണായിട്ട് നീളാൻ വരാന്ത, പഴയ തറവാടുകൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വരാന്ത, നമുക്ക് ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് തരുന്ന വരാന്ത. അപ്പോൾ ആ വരാന്ത ഒരു ഭയങ്കര അട്രാക്ഷനാണ്. പഴയ മോഡലിൽ നമ്മൾ കഴുക്കോലും പട്ടികയും ഉത്തരവും വെച്ച് ഓടും പതിപ്പിച്ച് ഇട്ട ഒരു വരാന്ത വീടിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ്. അതുപോലെ പോർച്ച് നമ്മൾ പുറത്തേക്ക് ശകലം നീട്ടി, റൈറ്റ് സൈഡിൽ കുറച്ച് നീട്ടി നമ്മുടെ ഡ്രസ് വർക്ക് ചെയ്ത് ഓട് പതിച്ച് പഴയ ഓട് തന്നെ വെച്ച് സെപ്പറേറ്റ് ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ പോർച്ച്, നമുക്കൊരു കാറും ഒരു ബൈക്ക്, 1-2 ബൈക്കും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പോർച്ചും അത്ര നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ ബെഡ്റൂമുകളൊക്കെ 4 ബെഡ്റൂം ആയാലും ഒരുപാട് വലിപ്പമുള്ളൊന്നുമല്ല, ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ള ഒരു 13-14 അല്ലെങ്കിൽ 12-13 സൈസിലുള്ള ബെഡ്റൂമുകളും നമ്മുടെ ഒരുപാട് ഫർണിച്ചറുകളും കുത്തിമറിക്കാണ്ട് ആവശ്യത്തിന് മാത്രമുള്ള ഫർണിച്ചറും വെച്ച് ഉള്ള ബെഡ്റൂമുകളാണ് 4 ബെഡ്റൂമുകൾ. 4 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡാണ്. ബാത്റൂമിൻ്റെ സൈസ് 6 വളരെ നമുക്ക് ആവശ്യമുള്ള സ്പേസ് മാത്രം അവിടെയുള്ളൂ. ഒരുപാട് വലിയ ബാത്റൂമൊന്നും നമ്മൾ പണിതിട്ടില്ല. അപ്പോൾ ആ സ്പേസ് മാത്രമേ ഉള്ളൂ. താഴെ ഫ്ലോറിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പിന്നെ ഉള്ളത് നമ്മുടെ കിച്ചണാണ്. 2 കിച്ചണാണ് നമുക്കുള്ളത്. ഒരു കിച്ചൺ നമ്മൾ മോഡുലാർ കിച്ചൺ ഒന്നും വിളിക്കാൻ പറ്റില്ല, അതിന് മോഡുലാർ കിച്ചൺ മാത്രമുള്ള നമ്മുടെ ഫെസിലിറ്റീസ് ഒന്നും കയറ്റിയിട്ടില്ല. സാധാരണ ഒരു കിച്ചൺ നമ്മുടെ കബോർഡുകളൊക്കെ ചെയ്ത് ഗ്യാസ് അടുപ്പും കാര്യങ്ങളും നമുക്ക് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ക്രോക്കറി ഷെൽഫുണ്ട്. അതിനടുത്ത് തന്നെ നമുക്ക് വർക്കിംഗ് കിച്ചൺ അതിനോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ 2 വർക്കിംഗ് കിച്ചൺ തന്നെയാണ്. ഈ സൈഡിൽ അടുപ്പ് കത്തിക്കുന്ന മാത്രം. എന്നാൽ അപ്പുറത്തെ കിച്ചണിലേക്ക് നമ്മൾ വിറക് യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് വിറകടുപ്പായിട്ട് ഒരു കിച്ചണുണ്ട്. അവിടെ 2 സൈഡിലും നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള കിച്ചൺ കബോർഡും ഈ ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 70,000 രൂപയ്ക്ക് ആ കംപ്ലീറ്റ് ഷെൽഫും ഹെഡ് ഷെൽഫും നമ്മുടെ കിച്ചൺ കബോർഡ്സും ക്രോക്കറി ഷെൽഫും എല്ലാം തീർക്കാൻ പറ്റി. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ ഈ നടുമുറ്റത്തിൻ്റെ കോൺസെപ്റ്റ് ഈ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് വളരെ നല്ല വ്യൂ ആണ് കിട്ടുന്നത് ഈ നടുമുറ്റത്തിൻ്റെ കോൺസെപ്റ്റിലേക്ക്. അതും എല്ലാം തൂണുകൾ, അതിൻ്റെ ഉത്തരം കാര്യങ്ങളും എല്ലാം പഴയ വീട് വാങ്ങിച്ചതിൻ്റെ ഭാഗങ്ങളാണ്. അതിൻ്റെ ഡോറുകളായിക്കോട്ടെ, അതിൻ്റെ ജനലുകളായിക്കോട്ടെ എല്ലാം. പോരാത്തതിന് ഇതിൻ്റെ സെൻട്രലായിട്ടുള്ള കുളത്തിലൊരു ചെറിയ ഫൗണ്ടെയിൻ വളരെ എക്കണോമിക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ അഡ്വൈസ് പ്രകാരം നമ്മൾ ചെയ്ത് വളരെ എക്കണോമിക്കായിട്ടുള്ള നമുക്ക് ബാലൻസ് വന്ന് എന്താ പറയുക പൈപ്പിൻ്റെ
ബാലൻസ് വന്ന ഒരു 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 നടുക്ക് പീസ് വെച്ച് അതിനുള്ളിൽ കോൺക്രീറ്റ് നിറച്ച് അതിൻ്റെ ഒരു ഫെറോസിമെൻ്റ് ഹെഡ് വെച്ച് ഒരു പൈപ്പ് ഇട്ടു. ആ പൈപ്പിൻ്റെ അറ്റത്ത് നമ്മളൊരു ഷവർ കോക്ക് ഫൈബറിൻ്റെ 60 രൂപ വിലയുള്ള ഷവർ കോക്കും വെച്ചു. ആ മോട്ടർ, ഒരു ചെറിയ മോട്ടർ വെച്ചു ഈ ഫൗണ്ടന് വേണ്ടിയിട്ട്. ആ മോട്ടറിന് 800 രൂപ 850 രൂപ കോഴിക്കോട് എനിക്ക് വാങ്ങി കിട്ടിയത്. അതും വെച്ചു. അപ്പം അത്രയും ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു ഫൗണ്ടൈൻ അതിനകത്ത് കിട്ടി. പോരാത്തതിന് ഈ വെള്ളത്തിൽ, ഈ കുളത്തിൽ എനിക്കൊരു 8ഓളം കോയി ജാപ്പനീസ് കോയി കാർപ്പ് ഫിഷും ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ആകുമ്പം അത് വളരെ മനോഹരമാണ് കാണാൻ. നമുക്ക് ഇവിടുന്ന് ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ആയാലും ഒക്കെ കാണുമ്പോൾ വളരെ മനോഹരമാണ്. അതിന് മുകളിൽ നിന്ന് വ്യൂ ഉണ്ട്, അതും വളരെ മനോഹരമാണ്. നമുക്ക് ഇറങ്ങിയാലും ഒരു 2 അടി വീതിയിൽ നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ചുറ്റും ഒരു നടുമുറ്റത്തിൻ്റെ ഭാഗത്തൂടെ നടക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ തന്നെയാണ്. അതും ജയേട്ടൻ്റെ ഐഡിയ തന്നെയാണ്. കാരണം നമ്മൾ ലിവിങ് റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വരുന്ന അതിഥികളെ സ്വീകരിക്കാനുള്ള തടസ്സമാകുകയും നമ്മൾ അവരെ ഗവനിക്കാതെ TVയുടെ പ്രോഗ്രാമുകളിലേക്ക് കണ്ട് നമ്മളെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരമാനിക്കുന്ന തുല്യമാകും എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഡൈനിങ് ഹാളിൽ ഇരുന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാളിൽ നിന്ന് ഇരുന്ന് കാണാനുള്ള ഒരു ഏരിയ, അങ്ങനെ ഏരിയ നമുക്കുണ്ടായി. ആ ഏരിയയിൽ നമ്മൾ ടെക്സ്ചർ പെയിൻറ്റിങ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തു. അവിടെയാണ് നമ്മൾ TV യൂണിറ്റ് വച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ സ്റ്റെയർ കേസ് ജയേട്ടൻ്റെ വർക്കിംഗ് സ്റ്റൈൽ അനുസരിച്ച്, ജയേട്ടൻ്റെ പ്രൊജക്റ്റുകളുടെ സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾ വളരെ ലളിതമായിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പ് വെച്ചിട്ട്, സ്ക്വയർ പൈപ്പുകൾ വെച്ചിട്ട് കോണി ഉണ്ടാക്കി, റൗണ്ട് പൈപ്പ് വെച്ചിട്ട് ഹാൻഡ് റെയിലും വെച്ചു. ഹാൻഡ് റെയിലിനിടയിലൂടെ നമ്മുടെ സാധാരണ 6 ഇഞ്ചിൻ്റെ വർക്ക് കമ്പി, പിരിയൻ കമ്പി, പഴയതും ഇവിടെ ഉണ്ട്, അത് ബാലൻസ് ഉണ്ടാകുന്ന എല്ലാം കൂടെ വളച്ച് എടുത്ത് ഒരു കാസ്റ്റേണിൻ്റെതായിട്ടുള്ള ഫ്ലവേഴ്സുള്ള, നമുക്ക് ചില മാർക്കറ്റിൽ കിട്ടും സംഭവം, 5 രൂപ തൊട്ട് 15 രൂപയും 10 രൂപയ്ക്ക് ഇടയ്ക്കുള്ള റേറ്റ് വരുന്നുള്ളൂ അതിന്. അതും ഫിറ്റ് ചെയ്തപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു കോണി ആയി. മുകളിൽ നമുക്കൊരു ചെറിയ ഹോളുണ്ട്. ഹോളിൽ നല്ലൊരു ബേ വിൻഡോ ഉണ്ട്. ബേ വിൻഡോയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകളായാലും അവിടെ ഇരുന്ന് സംസാരിക്കാനായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ നിന്നും 2 ബെഡ്റൂമുകളാണുള്ളത്. 2 ബെഡ്റൂമുകളും ഇതേ പറഞ്ഞ സൈസിൽ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ഫർണിച്ചറുകളോ ഒരുപാട് ഫർണിഷിങ്ങോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങോ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഇത് പ്രോപ്പറായിട്ട് ഓരോ സംഭവങ്ങൾ വെച്ച് വന്നപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള സംഭവമായി, അത്രയേ ഉള്ളൂ. ഇതിന് പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നുള്ള സംഭവം ചെയ്തിട്ടില്ല. അത് ജയേട്ടൻ്റെ അഡ്വൈസ് പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അത്രേ ഉള്ളൂ. ഈ വീടിൻ്റെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഫെറോസിമെൻറ്റ് എന്നൊരു പ്രൊഡക്റ്റ്, അത് വളരെ ഒരു റോള് വഹിച്ചിട്ടുണ്ട് ഭംഗിയാക്കുന്നതിൽ. നിങ്ങൾക്ക് തന്നെ കാണാം റൂഫിൽ കൊടുത്ത സംഭവം, ഈ ജയ്പൂർ വിൻഡോ, നമ്മുടെ കൊളോണിയൽ ശൈലികളെ അനുസ്മരിപ്പിക്കുന്ന നമ്മുടെ ഫയർ പ്ലേസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ നമ്മൾ വരാന്തയിലും പുറത്തിരുത്തികളൊക്കെ ചെയ്തിട്ടുള്ള ഫെറോസിമെൻറ്റ് ഡീറ്റെയിലിങ്, ഇതൊക്കെ വളരെ എലഗൻ്റ് ലുക്കും ഒരു വളരെ പ്രത്യേകത വേറിട്ട് നിൽക്കുന്ന ലുക്ക് നൽകാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തു വരേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈറ്റ് ഫിറ്റിങ്സ് വളരെ മനോഹരമായിട്ടുണ്ട്. അത് നമ്മൾ കോഴിക്കോട് പോയി ജയേട്ടൻ പറഞ്ഞ രീതിയിൽ നമ്മൾ പോയിട്ട് ലൈറ്റ് ഫിറ്റിങ്സ്, അത് ഞാൻ പോയിട്ട് വളരെ ബഡ്ജറ്റായിട്ടുള്ള രീതിയിലുള്ളതും എന്നാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ക്ലാസിക് ലുക്കുള്ള ഒരു കൊളോണിയൽ ലുക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അങ്ങനെയുള്ള ഒരു ലുക്കുള്ള രീതിയിലുള്ള ലൈറ്റുകൾ സെലക്ട് ചെയ്തിട്ട് വെച്ചു. അത് വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ കംപ്ലീറ്റ് ലുക്കേ മാറ്റി ലൈറ്റുകൾ. പിന്നെ ഫ്ലോറിംഗ് എടുത്ത് പറയാനുള്ളത്, ഫ്ലോറിംഗ് നമ്മൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് ഗ്രാനൈറ്റ് വാങ്ങി കുറച്ച് ബോർഡറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, വരാന്തയുടെയും അതുപോലെ മുന്നിലെ നമ്മുടെ പടികളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഗ്രാനൈറ്റ് കുറച്ച്, ബാക്കിയുള്ള എല്ലാം റസ്റ്റിക് സെറാമിക് ടൈലുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൽ മാത്രം സാധാരണ ടൈലുകൾ, ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കോമൺ ആയിട്ടുള്ള ഏരിയകളിൽ റസ്റ്റിക് സെറാമിക് ടൈലുകൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏരിയകളിലൊക്കെ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, വളരെയധികം പ്രയോജനമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ വാദമുള്ളവർക്കും അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഒരു വെള്ളം വീണു അല്ലെങ്കിൽ കുഞ്ഞ് മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വഴിക്ക് വീഴാണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ ഭംഗി, ഒരു ആത്തൻകുടി സ്റ്റൈൽ ഡിസൈൻ, നമുക്കൊരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ഇങ്ങനെ പഴയ കൊട്ടാരങ്ങളിലെ ഫ്ലോറിങ് ശ്രദ്ധിച്ചറിയാം, കാർപ്പറ്റ് സ്റ്റൈലിൽ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ജയേട്ടൻ്റെ പല പ്രൊജക്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലാവും, പല വീഡിയോസും കണ്ടാവും, അത് കണ്ടാൽ മനസ്സിലാവും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതേ ഒരു സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്തിട്ടുള്ളത് ഇവിടെ, പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ. അപ്പം നമുക്ക് അതും വളരെയധികം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിന്നു. മറ്റൊരു കാര്യം, ഈ വീട്ടിൽ കർട്ടൻ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം നമ്മുടെ ഒരു തീരുമാനം. പിന്നെ ഒരു 2-3-4 നല്ല കർട്ടൻസ് നമ്മുടെ പഴയ വീടിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലേസ് ചെയ്തു കൃത്യമായിട്ട്. ബാക്കിയുള്ള ജനലിനൊക്കെ ഞാൻ റെഡിമെയ്ഡ് കർട്ടൻ വാങ്ങി. വളരെ തുച്ഛമായ റേറ്റിൽ ഉള്ള കർട്ടൻസാണ്. നിങ്ങൾക്ക് ഈ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും കർട്ടനുള്ള ഭംഗി. അതിന് ഒരു പീസിന് വെറും 180 രൂപയുള്ളൂ. 180 രൂപ പറയുമ്പോൾ ഒരു കർട്ടന് നമുക്ക് സാധാരണ 2 പാളി കർട്ടൻ, ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള കർട്ടൻ 2 പാളി കർട്ടന് നമുക്ക് 2 പീസ് മതി. 2 പീസിന് 360 രൂപ, ഏതാണ്ട് 400 രൂപേൻ്റെ ചോടേ വന്നിട്ടുള്ളൂ. ടോട്ടൽ 380 രൂപ, 360 രൂപ, 400 രൂപ ചോടയാണ് വന്നിട്ടുള്ളൂ ഒരു ജനലിൻ്റെ കർട്ടൻ. അപ്പോൾ അത്രയും വളരെ ചുരുക്കമായിട്ട് ഞാൻ മൊത്തം കർട്ടൻ വാങ്ങിയത് ഏതാണ്ട് ഒരു 2800 രൂപ 3000 രൂപ ചോടയിലാണ് മൊത്തം ഈ വീടിൻ്റെ കർട്ടൻ മേടിച്ചത്. പ്ലസ് 2-3 നമ്മുടെ പഴയ വീടിൻ്റെ കർട്ടൻ കിട്ടും. വേറെ ഒന്നും ചെയ്തിട്ടില്ല, കർട്ടനായിട്ട് വേറെ പൈസ മുടക്കിയിട്ടില്ല. ഞാൻ അനുഭവിച്ച മറ്റൊരു ചലഞ്ച് എന്ന് വെച്ചാൽ, ഞാൻ വിദേശത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു, ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരാൾക്ക് കംപ്ലീറ്റ് കോൺട്രാക്റ്റ് കൊടുക്കുകയല്ല ചെയ്തത്. ഇപ്പോൾ കെട്ടുപണി, വാർപ്പ് തുടങ്ങിയത് ഒരു മേസ്തിരി അടുത്തുണ്ട്, നമ്മുടെ കുറച്ച് അടുത്തുണ്ട്. പുള്ളിയോട് സംസാരിച്ച് പുള്ളി ഏൽപ്പിക്കുകയും, ആശാരിപ്പണി വേറെ ഏൽപ്പിക്കുകയും, പെയിൻറ്റിങ് വേറെ ആളെ ഏൽപ്പിക്കുക, ഡ്രസ് വർക്ക് വേറെ ആളെ ഏൽപ്പിക്കുക, അങ്ങനെ എല്ലാം ഘട്ടമായിട്ട് വേറെ ആൾക്കാരെ നമ്മൾ സെപ്പറേറ്റ് എമൗണ്ടിന് ചെയ്യുകയായിരുന്നു. അപ്പം അതിൽ നമുക്ക് ഒരുപാട് ലാഭമുണ്ട് ചെയ്യുന്നതിൽ, കോസ്റ്റ് എഫക്റ്റീവായിട്ട് മാറും. ഇത് ജയേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ജയേട്ടനും അവർ ഈ പണിക്കാരുമായിട്ട് സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞു, നല്ലൊരു ആൾക്കാരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമുക്ക് നന്നായി പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം പ്രായമായ അച്ഛൻ മാത്രമാണ് വന്ന് നോക്കി പോകാനുള്ളത്. അപ്പം അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. വന്ന് കാര്യങ്ങളും പുള്ളിക്കും അത്ര ഐഡിയ ഇല്ല ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതൊക്കെ. പക്ഷേങ്കിൽ വന്ന് നോക്കുക, അതിൻ്റെ എന്താ പറയുക, പുള്ളിയുടെ ഭയങ്കര എഫർട്ടുണ്ട് ഇതിനകത്ത്. എൻ്റെ അച്ഛൻ്റെ വളരെ എഫർട്ടുണ്ട് ഈ കാര്യത്തിൽ. നോക്കി നടത്തിയ അതിൻ്റെ പുറകെ നടന്ന് തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹം നോക്കി നടത്തിയുകൊണ്ടാണ് അതത്ര നമുക്ക് നല്ല എന്താ പറയുക, വൃത്തിയായി ഫിനിഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത്. ഈ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും, അച്ഛൻ, അമ്മ, എനിക്കൊരു മോനുണ്ട്. ഞങ്ങൾ 5 പേർ ചേർന്ന സന്തുഷ്ട ഫാമിലിയാണ് ഈ വീട്ടിലുള്ളത്. അച്ഛൻ്റെ പേര് ഗോവിന്ദപിള്ള, അമ്മയുടെ പേര് സുഗതകുമാരി, ഭാര്യയുടെ പേര് അശ്വിനി, മകൻ്റെ പേര് രുദ്രാക്ഷ്. എല്ലാവരും വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ വീടിൻ്റെ പണി തീർന്നിട്ടില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു 2% പണി കൂടെ ബാക്കിയുണ്ട്. അതുകൂടി ഉടനെ തന്നെ പയ്യെ തീർക്കാനുള്ള പ്ലാനിലാണ്. എന്നാലും എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ഒരു ചേഞ്ച്, നമ്മുടെ പഴയ വീടിൽ നിന്നും ഇങ്ങനെ ചേഞ്ച് ഉണ്ടാക്കാൻ ജയേട്ടൻ ഒരുപാട് സഹായിച്ചു. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷത്തോടു കൂടിയിട്ട് കഴിയുകയാണ് ഇവിടെ.